ഹായ് ടീം അഡ്കമിൻ്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐസോമേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. റെഗുലർ ആയിട്ട് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനകത്തും വരാവുന്ന കോൺസെപ്റ്റ് ആണ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബേസിക്കലി ഐസോമേഴ്സ് എന്ന് പറയുന്നത് they are the chemical compound that have identical chemical formula. ഒരേ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല അല്ലെ മോളിക്കുലർ ഫോർമുല ഉണ്ടാവുകയും ബട്ട് ദ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓർ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഇൻ ദ മോളിക്യൂൾ. അതായത് ഒരു രണ്ട് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവയുടെ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മോളിക്യൂളുകളെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ ഐസോമേഴ്സ് എടുക്കുമ്പോൾ ഐസോമറുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഐസോമേഴ്സ്, രണ്ടാമത്തേന്ന് പറയുന്നത് ജോമെട്രിക്കൽ ഐസോമർ. അതായത് സ്ട്രക്ചറൽ ഐസോമർ എന്ന് പറയുന്നത് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഡിഫറൻസ് കാണിക്കുന്നവ, ജോമെട്രിക്കൽ ഐസോമർ എന്ന് പറയുന്നത് അവയുടെ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറൻസ് വരുന്നതാണ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ടത് സ്ട്രക്ചറൽ ഐസോമേഴ്സ് മാത്രമാണ്. സ്ട്രക്ചറൽ ഐസോമേഴ്സിന് അതൊരു 4 കാറ്റഗറി ഐസോമേഴ്സ് മാത്രമാണ് നമ്മൾ കാണാനായിട്ടുള്ളത്. സോ അതിനകത്തുള്ള ഒന്നാമത്തെ ഐസോമർ ആണ് ചെയിൻ ഐസോമർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഐസോമർ ആണ് ചെയിൻ ഐസോമർ എന്ന് പറയുന്നത്. ചെയിൻ ഐസോമർ എന്ന് പറയുന്നത് രണ്ട് കോമ്പൗണ്ട് എടുത്ത് രണ്ട് കോമ്പൗണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷേ എന്താണ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടൈൻ എടുത്താൽ CH3 CH2 CH2 CH3 ഇതൊരു നോർമൽ ബ്യൂട്ടൈൻ ആണ്. ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ C4. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 2 5 5 2 7 7 3 10 C4H10. ഇതേ സാധനത്തിൽ നമുക്ക് വേറെ രീതിയിൽ എഴുതിയാൽ CH3 CH CH3 CH3. ഇവിടുത്തെ കാർബണിന്റെ എണ്ണം നോക്കിയേ, 1 2 3 4 4 കാർബൺ, 3 3 6 6 3 9 10 C4H10. ഇപ്പൊ 4 കാർബണും 10 ഹൈഡ്രജനുമാണുള്ളത്. രണ്ടിന്റെ കേസിൽ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷെ ഇവ രണ്ടിന്റെയും കാർബൺ ചെയിൻ നോക്കിയാൽ, ഈ രണ്ട് സിസ്റ്റത്തിന്റെയും കാർബൺ ചെയിൻ നോക്കിയാൽ കാർബൺ ചെയിൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. സോ ദേ ആർ ഹാവിംഗ് ഡിഫറെന്റ് കാർബൺ ചെയിൻ. അപ്പൊ എന്താണ് മോളിക്കുലർ ഫോർമുല ഒരേപോലെ ഇരിക്കും, മോളിക്കുലർ ഫോർമുല ഐഡന്റിക്കൽ ആയിട്ടിരിക്കുകയും കാർബൺ ചെയിൻ ഡിഫറെന്റ് ആയിട്ടിരിക്കും. കാർബൺ ചെയിൻ ഡിഫറെന്റ് ആയിരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ചെയിൻ ഐസോമർ എന്ന് വിളിക്കുന്നത്. കറക്റ്റ്, ക്ലിയർ? രണ്ടാമത്തെ എന്ന് പറയുന്നത് പൊസിഷൻ ഐസോമർ. അതായത് ഒരു കോമ്പൗണ്ടിനകത്ത് പ്രസന്റ് ആയിരിക്കുന്ന ഹെട്രോ ആറ്റത്തെയാണ്, അല്ലെങ്കിൽ കാർബൺ ഹൈഡ്രജനും അല്ലാതെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ആറ്റത്തെയാണ് നമ്മൾ ഹെട്രോ ആറ്റം എന്ന് പറയുന്നത്. ഹെട്രോ ആറ്റം ഡിഫറെന്റ് ഹെട്രോ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ വരുന്നതനുസരിച്ച് ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. OH വന്നത് ആൽക്കഹോൾ ആണ്, അല്ലെങ്കിൽ അത് ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ക്ലോറോ ആണ്, അല്ലെങ്കിൽ ഹാലോ ഗ്രൂപ്പ് ആണ്. സോ അങ്ങനെ നമ്മൾ എക്സാമ്പിൾ നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് CH3 CH2 CH2Cl. ഇതിന് നമ്മൾ മോളിക്കുലർ ഫോർമുല നോക്കുവാണെങ്കിൽ 3 കാർബൺ C3, 3 2 5 5 2 7 ഹൈഡ്രജൻ C3H7 ഒരു ക്ലോറിൻ. അതേപോലെ തന്നെ ഈ സാധനത്തിന് വേറെ രീതിയിൽ എഴുതാം, CH3 CH CH3. ഇവിടെ മോളിക്കുലർ ഫോർമുല എന്ത് വരും? 3 കാർബൺ C3, 3 3 6 1 7 ഹൈഡ്രജൻ ഒരു ക്ലോറിൻ. സോ രണ്ട് കോമ്പൗണ്ടിന്റെ കേസിനകത്ത് മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷേ അവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ക്ലോറിൻ എന്ന് പറയുന്നത് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കാർബണിലും ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെക്കൻഡ് കാർബണിലുമാണ്. അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഡിഫറെന്റ് ആണ്. സോ അങ്ങനെയുള്ള ഐസോമറെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് അവയെ പൊസിഷൻ ഐസോമർ എന്ന് വിളിക്കാനായിട്ട് പറ്റും. ദിസ് ഈസ് എ സിമ്പിൾ കേസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ഓർ ഫംഗ്ഷണൽ ഐസോമറിസം. രണ്ട് കോമ്പൗണ്ടിനകത്ത് മോളിക്കുലർ ഫോർമുല സെയിം ആണ്, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുത്താൽ CH3 CH2 CH2 OH. ഇപ്പം നമ്മൾ നോക്കിയാൽ എന്താണ്? ദിസ് ഈസ് നത്തിങ് ബട്ട് ഒരു ആൽക്കഹോൾ മോളിക്യൂൾ ആണ്. ഇതിന്റെ മോളിക്കുലർ ഫോർമുല നോക്കിയാൽ C3 ഹൈഡ്രജൻ 3 2 5 5 2 7 1 8 H8O. ഇതൊരു ആൽക്കഹോളാണ്. ഇത് സാർ നമുക്ക് വേറെ രീതിയിൽ CH3O CH2 CH3. ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താണ്? 3 ഹൈഡ്രജൻ C3, 3 കാർബൺ C3, 3 3 6 6 2 8 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ. രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ആൽക്കഹോളും രണ്ടാമത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു ഈതറുമാണ്. സോ ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ആർ ഡിഫറെന്റ്. അങ്ങനെയുള്ള ഐസോമറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷണൽ ഐസോമറിസം എന്ന് വിളിക്കുന്നത്. ഒരു കാറ്റഗറി കൂടെ നമ്മൾ കാണാനായിട്ട്, ദാറ്റ് ഈസ് കോൾഡ് മെറ്റാമറിസം.
എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ടു വശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആണെങ്കിൽ അവയെ വിളിക്കുന്നതാണ് മെറ്റാമറിസം. അത് ഏറ്റവും ഈസി ആയിട്ട് കാണിക്കുന്ന ഈതറാണ്. അതായത് ഈതറിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓക്സിജൻ ആണ്. ഓക്സിജന് രണ്ട് സൈഡിലും വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആയിട്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് CH3 CH2 CH3. ഹിയർ വി ഹാവ് CH2 CH3. മോളിക്കുലർ ഫോർമുല നോക്കിയാൽ C4 3 5 5 7 7 3 10 H10O. അനദർ പോസിബിലിറ്റി എന്ന് പറയുന്നത് CH3 O CH2 CH2 CH3. ഇവിടെ മോളിക്കുലർ ഫോർമുല നോക്കിയാൽ C4 H10O. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആണ്, ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആണ്. സോ സച്ച് ആൻ ഐസോമറിസം ഈസ് കോൾഡ് മെറ്റാമറിസം. ഈ 4 തരത്തിലുള്ള ഐസോമറിസം ആണ് നമ്മൾ SSC എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് സ്ട്രക്ചറൽ ഐസോമേഴ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങൾ പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. CH3O CH3 CH3 CH2 CH2OH CH3 CH CH3OH CH3 CH2OH. ഐസോമർ ജോഡികൾ കണ്ടെത്തുക. CH3O CH3 എന്ന സംയുക്തത്തിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദർ ആസ്ക് യു ടു ഐഡന്റിഫൈ ദ ഐസോമറിക് പെയർസ് ആൻഡ് വി നീഡ് ടു ഐഡന്റിഫൈ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദിസ് പർട്ടിക്കുലർ മോളിക്യൂൾ. അപ്പോൾ ഐസോമറിക് പെയറുകൾ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ ഐസോമറിക് പെയറുകൾ കണ്ടുപിടിക്കാൻ ചോദിക്കുക. തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളുടെ എല്ലാം മോളിക്കുലർ ഫോർമുല എഴുതുക. ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കിയാൽ എന്ത് വരും? 2 കാർബൺ C2 H6O. രണ്ടാമത്തെ നോക്കിയാൽ 3 കാർബൺ C3 3 2 5 5 2 7 7 1 8 H8O. ഇത് നോക്കിയാൽ 3 കാർബൺ C3 3 3 6 6 2 8 H8O. ദെൻ ഇവിടെ നോക്കിയാൽ C2 3 2 5 5 1 6 H6O C2 H6O. അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ ഈ 2 കോമ്പൗണ്ടുകളുടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇതിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. മോളിക്കുലർ ഫോർമുല സെയിം ആണെങ്കിൽ അത് ഐസോമർ ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഒന്നാമത്തെ നോക്കിയാൽ CH3O CH3, അതുപോലെ CH3 CH2OH. ഈ 2 കോമ്പൗണ്ട് നോക്കിയാൽ 2 കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ദേ ബിലോങ്സ് ടു ആൻ ഐസോമറിക് പെയർ. ഇതൊരു സെയിം ഐസോമറിക് പെയർ ആണെന്ന് പറയാനായിട്ട് പറ്റും. പക്ഷേ ഒന്നാമത്തെ മോളിക്യൂളിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഈതർ ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ആൽക്കഹോൾ ആണ്. ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ദാറ്റ് ഈസ് കോൾഡ് ഫങ്ഷണൽ ഐസോമറിസം. ദാറ്റ് ഈസ് കോൾഡ് ഫങ്ഷണൽ ഐസോമറിസം. ഇനി ഇവിടെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. ദാറ്റ് ഈസ് CH3 CH2 CH2OH. അടുത്തത് CH3 CHOH CH3. 2 കോമ്പൗണ്ട് എടുത്താൽ രണ്ടിനകത്തുമുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. പക്ഷെ ഇവിടെ ആൽക്കഹോൾ വരുന്നത് ഒന്നാമത്തെ കാർബണിലും ഇവിടെ ആൽക്കഹോൾ വരുന്നത് രണ്ടാമത്തെ കാർബണിലുമാണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള ഐസോമറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമറിസം. ദാറ്റ് ഈസ് കോൾഡ് പൊസിഷൻ ഐസോമറിസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് പൊസിഷനിൽ വരുന്ന ഐസോമറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമറിസം. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് പൊസിഷനിലായിരിക്കും. ദെൻ രണ്ടാമത്തെ ചോദ്യം, CH3CO CH3 എന്ന സംയുക്തത്തിലെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഐഡന്റിഫൈ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ CH3O CH3. സോ ബേസിക്കലി ദിസ് ഈസ് ആൻ ഈതർ മോളിക്യൂൾ. ഓക്സിജൻ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് 2 സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ ഈതർ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.